ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷവും വിക്ടറിയും ഒക്കെ ഉള്ള ഒരു സമയമാണ്. നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനുള്ളൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കുറേ ആൾക്കാർക്ക് ഇതിൽ ഒരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന, നിങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകളുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ള ഒരു അവസരം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഫലം ദൈവം തരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരു ചേഞ്ചാണ്, നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇവിടെ ഒരു ഒറ്റയ്ക്കൊരു യാത്ര നിങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കുവാനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസോട് കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് തുടർന്ന് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നും തനിയെ മാറിയിരിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ, നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, മെഡിറ്റേഷനും പ്രാർത്ഥനകളുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ സമയത്തെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും ഒക്കെ നല്ല ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ്.
നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. അതായത് ഈ പ്രകൃതി മുഴുവൻ ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരുമായിട്ടോ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മരങ്ങളുടെ കീഴിലൊക്കെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. വലിയ വൃക്ഷങ്ങൾ, അതായത് ആല് പോലുള്ള മരത്തിൻ്റെയൊക്കെ കീഴിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. അത് ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങിയിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ മരങ്ങൾ വലിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷായ ഒരു എനർജി ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ അടുക്കൽ ഒരുപാട് സമയം നിങ്ങൾ ചിലവഴിച്ച് അവരുമായിട്ട് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ശരിക്കും നിങ്ങൾക്കാവശ്യമുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ പണ്ട് നിങ്ങളിൽ നിന്നും മാറിപ്പോയ ചില കാര്യങ്ങളാവാം, അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നഷ്ടപ്പെട്ട കാര്യം എവിടെ നിന്നൊക്കെയോ തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടേണ്ട പൈസയൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പൈസ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് ഈ സമയം പൈസ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതുപോലെ ഈ ഒരു സമയം പൈസ സംബന്ധമായിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു സമയം ആരെങ്കിലും നിങ്ങളെ സഹായിച്ച് അത് നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നുകിൽ ഫീസ് അടയ്ക്കാനുണ്ടാവാം, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാനുണ്ടാവാം, ആർക്കെങ്കിലും പൈസ കൊടുക്കേണ്ടതാവാം. അപ്പോൾ അങ്ങനെ എന്തു തന്നെ ആയാലും നിങ്ങളിലേക്ക് പൈസ വന്നെത്തി നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫങ്ഷൻ നടത്തുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ കാണുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അവരുമായിട്ട് പണ്ടുണ്ടായിരുന്ന കഥകളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അതിൽ വളരെയധികം നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കാം. പണ്ട് പഠിച്ച സ്കൂളിൽ നിങ്ങൾ പോവുകയോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നതാവാം. അപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രയോറിറ്റിയും ഒക്കെ തരുന്ന റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ അങ്ങനെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ
നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ ആരംഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാരിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ് ഒക്കെ എൻഡായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് അതിൽ വീണ്ടും ഒരു റീയൂണിയനൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നുവെങ്കിൽ ആ കാർമിക് കണക്ഷൻ ഒക്കെ എൻഡാക്കി നിങ്ങൾ വീണ്ടും ഒരു യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരം ബന്ധങ്ങളിൽ കൂടുതലായും നിൽക്കണമെന്നുള്ളതും അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ നിങ്ങൾ വിട്ടുകളയണം എന്നുമാണ് ഇവിടെ ഡിവൈൻ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഭാഗ്യവും ദൈവാധീനവും സന്തോഷവുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചില ആൾക്കാർ പുതിയ പെറ്റിനെയൊക്കെ വാങ്ങിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങിയിരിക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു വളർത്തുമൃഗത്തെ വാങ്ങിക്കാനുള്ളൊരു എനർജിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ സന്തോഷം കണ്ടെത്തുന്നത് വളർത്തുമൃഗങ്ങളിലൂടെ ആയിരിക്കും. അപ്പോൾ അവർ നമുക്ക് വളരെയധികം ജെന്യുവിനായിട്ടുള്ള ഒരു സ്നേഹം തരുന്നു എന്നാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ ഈ സമയം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണ്. ഭാഗ്യം അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ മൃഗങ്ങൾക്ക്, അതായത് പട്ടിയോ പൂച്ചയോ അങ്ങനത്തെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതുപോലെ മീനിന് തീറ്റ കൊടുക്കുന്നത്, ഇതൊക്കെ വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊരു മെസ്സേജാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. കുറേ ഒബ്സ്റ്റിക്കിൾസ് വന്നാലും, നിങ്ങളോട് മത്സരിക്കുന്ന ആളുകളുണ്ടായാലും, നിങ്ങൾക്ക് മുന്നിൽ തടസ്സം നിൽക്കാൻ കുറേ അധികം ആളുകൾ വന്നാലും, നിങ്ങൾ മുന്നോട്ട് പോകണ്ടെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് എന്താണെങ്കിലും ഈ സമയം വളരെ ബ്രേവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഇപ്പോൾ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. അതുമാത്രമല്ല, നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാം. അപ്പോൾ നല്ല സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതെ വരുന്നത്, ശാരീരിക അസ്വസ്ഥതകൾ വരിക, ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ ബ്ലോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെൻസിങ് ചെയ്യുക നന്നായിട്ട്. പ്രത്യേകിച്ചും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഫിസിക്കൽ ബോഡി, നമ്മൾ സ്പിരിച്വൽ ആകും തോറും നമ്മുടെ ബോഡി ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളുടെ ഓറയിൽ വരും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ
തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പിട്ട് കുളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും അത് നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. അത്തരത്തിലൊരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്ക് ഉള്ളത്. പിന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിലൊരു ട്രാപ്പിലായി പോയ ഒരു എനർജിയാണ്. ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ടുപോയ ആൾക്കാരുണ്ടാവാം. അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സമയം നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. ഈ ഒരു സമയം ഈ ഒരു കാര്യം എൻഡ് ആവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നിരിക്കാം. ചിലപ്പോൾ ചില വ്യക്തികൾ അതായത് നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള കുറച്ച് വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നിരിക്കാം. അപ്പോൾ ആ ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സമയമാണ് ഈ ഒരു സമയം. കാരണം ഇതിൽ കാർമിക് സൈക്കിള് എൻഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അവർ പെയിൻ തന്ന് അത് എൻഡ് ആക്കുന്നു എന്ന് പറയാം. കാരണം അതൊരു കാർമിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള കുറേയധികം ആൾക്കാർ ഒരേ സമയം നിങ്ങളെ ഒരുപക്ഷെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം അത് മാക്സിമം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിന് അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യം എൻഡായി. ആ കാർമിക് സൈക്കിൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ആ കാർമിക് സൈക്കിൾ എൻഡായി എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് വരുന്നൊരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും നേരത്തെ മറ്റുള്ളവർ അത് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങൾക്കും അതിൻ്റെ ഫലം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ സമയം നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു ഫലം തീർച്ചയായിട്ടും അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. എന്താണോ നിങ്ങൾ കൊടുത്തത്, ആ കൊടുത്തതിൻ്റെ അതിലുപരിയായിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾ എന്നുള്ളതാണ്. വളരെ സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് നല്ല കർമ്മം ചെയ്തിട്ടും എനിക്കത് കിട്ടാത്തതെന്ന്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് കർമ്മ എന്നത് റിയലാണ് എന്ന് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയുണ്ടാവാം. അതാണോ ശരി, അല്ലെങ്കിൽ ഇതാണോ ശരി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം. മുന്നോട്ടുള്ള വഴിയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ ചില വ്യക്തികളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്തരത്തിൽ എന്ത് തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറി നിങ്ങൾക്ക് ക്ലിയറായിട്ട് എന്ത് കാര്യമാണോ വേണ്ടത് അത് ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം മാജിക്ക് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് തരത്തിലുമാകാം. അത് പൈസയായിട്ടാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിട്ടാകാം, കരിയറായിട്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ ഏത് തരത്തിലുമാകാം ഇതിൽ നിങ്ങൾക്കൊരു മാജിക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ മാജിക്ക് എപ്പോഴുമുണ്ട്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ ആ ഒരു മാജിക്ക് നമ്മളുടെ ജീവിതത്തിൽ വരാതെ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം സംഭവിക്കും. അപ്പോൾ നമ്മൾ ദൃഢമായിട്ട് വിശ്വസിക്കുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് പറയും അതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ പല കാര്യങ്ങളും അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം ഒരു മാജിക്ക് സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും അത് മാറിപ്പോകുമെന്ന് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 5 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ നിങ്ങളെ തോൽപ്പിച്ച ആൾക്കാരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ തോൽക്കുന്നത് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ തോൽവിയിൽ സന്തോഷിച്ചിരുന്ന ആൾക്കാരുടെ മുന്നിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് ആയുധം കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തളർന്നിരിക്കേണ്ട ആൾക്കാരല്ല എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കരുതി തളർന്നിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള ആയുധങ്ങൾ ദൈവമായിട്ട് കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു വഴി ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് ഡിവൈൻ. അപ്പോൾ ഈ സമയം നിങ്ങൾ ആ ഒരു ഉണർവിലായിരിക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളാരും മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കേണ്ട ആൾക്കാരല്ല. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു സമയം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.